2002 മുതൽ ഇപ്പോൾ 2024 ആയി. അതുവരെയുള്ള സിനിമാ ജീവിതത്തിൽ വേറെ പേരുകളൊന്നും കേൾപ്പിച്ചിട്ടില്ല. പഴയ പോലെ തന്നെ, പഴയൊരു ജോസ് സാറിനെ പോലെ തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് എങ്ങനെയാണ്? അതായത് നമ്മൾ ചൂസ് ചെയ്ത് നമ്മുടെ ലൈഫ് അല്ലേ, നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്തായിരുന്നു എന്നുള്ളിടത്തുനിന്ന് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവും എപ്പോഴും. എല്ലാ മനുഷ്യരും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവും. ആ ടേണിംഗ് പോയിന്റ് നമ്മളെ ടേൺ ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ അതാണ് പിന്നെ നമ്മുടെ യാത്ര പോകുന്നത്. അത് ചിലപ്പോൾ സംഭവിക്കുന്നത് ചിലപ്പോൾ 20 വയസ്സിന് ശേഷമായിരിക്കാം, ചിലപ്പോൾ 30 വയസ്സിന് ശേഷമായിരിക്കും, ചിലർക്ക് 40 വയസ്സിന് ചിലപ്പോൾ സംഭവിക്കായിരിക്കും. എനിക്ക് എൻ്റെ കരിയറിൽ 20 വയസ്സിന് ശേഷം ആ ഒരു ടേണിംഗ് പോയിന്റ് സംഭവിച്ചു. ഞാൻ കടന്നു പോകുന്നപ്പോഴത്തേക്കും ഞാൻ തൊട്ട് മുമ്പേ ഉണ്ടായിരുന്ന എൻ്റെ ജീവിതത്തിൽ ഒരു 3 വർഷത്തോളം ഞാൻ ഭയങ്കര മോശമായിട്ട് സഞ്ചരിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് എന്താണ് മോശം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഞാൻ ആ നന്മയിലോട്ട് വന്നപ്പോഴത്തേക്കും, നല്ല വഴിയിലോട്ട് വന്നപ്പോഴത്തേക്കാണ് ഞാൻ സിനിമയിലോട്ടും കൂടി എൻ്റർ ആവുന്നത്. ഒരു സിനിമയിൽ എന്നെ തെറ്റായ വഴി നടത്താൻ ഒരുപാട് സാഹചര്യങ്ങൾ സിനിമയിലുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് ഞാൻ ചൂസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴും ഇത്രയും വർഷങ്ങളായിട്ടും എനിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോൾ സിനിമയിലില്ല, അല്ലെങ്കിൽ അന്നുണ്ടായിട്ടുള്ള സുഹൃത്തുക്കളൊന്നും ഇപ്പോഴും ഈ നില നിൽക്കുന്നില്ല. കാരണം ചൂസ് ചെയ്ത നമ്മൾ വഴികളുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിപ്പോൾ സിനിമ തന്നെയല്ല, ഏത് മേഖലയാണെങ്കിലും നമ്മൾ കടന്നു വരുമ്പോൾ അതൊരു അഡ്വക്കേറ്റിൻ്റെ മേഖല ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ IT മേഖല ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ടീച്ചിങ് മേഖല ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മേഖല ആയിക്കോട്ടെ, ഏത് മേഖലയിൽ വരുമ്പോഴും നമുക്ക് ചൂസ് ചെയ്യാം, നമുക്കെപ്പോഴും ലെഫ്റ്റ് ഓർ റൈറ്റ് എന്നുള്ളത്. അതായത് നമ്മൾക്ക് തിരഞ്ഞെടുക്കേണ്ട വഴികൾ എന്താണ്, ആ നിലനിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പഠിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് സിനിമയിൽ തെറ്റായ വഴിയിലൂടെ പോകാൻ ഒരുപാട് ചാൻസുകളുണ്ട്. സിനിമ പോലെ, മറ്റുള്ള മേഖല പോലെ സിനിമയിലും എന്താ പറയുക, വേണമെങ്കിൽ എപ്പോഴും ഡ്രിങ്ക്സ് കഴിക്കാം, അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ സെക്സ് യൂസ് ചെയ്യാം. ഇത് എന്നെ മാറ്റം വരുത്തും. എന്നിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ പ്രവർത്തനത്തിൽ മാറ്റം ഉണ്ടാകും. അപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ പോകും, എൻ്റെ ജോലിയിൽ നിന്ന് മാറ്റം ഉണ്ടാകും, ഇല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഏത് മേഖലയിൽ പോകുന്ന ആൾക്കാരും ചൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഞാൻ ചൂസ് ചെയ്തത് എൻ്റെ പേര് നന്നായിരിക്കണമെന്നുള്ളതും എൻ്റെ കഴിവുകളെ എത്രത്തോളം ഭംഗിയായിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മളുടെ ഒരു കഴിവുകൾ മറ്റേ സിനിമയിൽ കാണുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്നൊരു എന്താ പറയുക, ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം നമുക്ക് മറ്റുള്ളതൊന്നും കിട്ടത്തില്ല. അപ്പോൾ അത് ഏത് മേഖല, ഇപ്പോൾ ഒരു അഡ്വക്കേറ്റ് ജോലി ചെയ്യുമ്പോഴാണെങ്കിൽ പോലും അദ്ദേഹം ജോലി ചെയ്ത് അതിൻ്റെ ഫുൾഫിൽനെസ് പറയുന്നത് അദ്ദേഹം അതിനകത്ത് വിജയിക്കുമ്പോഴാണ് ആ കേസിൽ. അതുപോലെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ രോഗി അസുഖം കഴിഞ്ഞ് ചെയ്തിട്ട് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം. അപ്പോൾ അതും ഇല്ലാതെ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യാം, ഇല്ലേ? അത് ചൂസ് ചെയ്യുന്ന പോലെ. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് നല്ല രീതിയിൽ പോയിക്കൊണ്ട് എങ്ങനെ എൻ്റെ കരിയറിനെ ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ എനിക്ക് കൂടുതൽ പഠിക്കാം ഇതിനെക്കുറിച്ച്. അപ്പോൾ ഒന്നും ആയിട്ടില്ല. ഇപ്പോഴും സിനിമ എന്ന് പറയുന്നത് വലിയൊരു കടൽ പോലെ കിടക്കുന്ന സാധനമാണ്. അതിൻ്റെ അറ്റത്തേക്കുന്ന ആൾക്കാരെ ഞങ്ങൾക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ സിനിമയും പഠനമാണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു മനസ്സുണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഫ്രഷ് ആയിരിക്കണം. ആ ഫ്രഷ്നെസ് ഉണ്ടെങ്കിലാണ് എനിക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ എനിക്ക് പഠിക്കാനുള്ള എൻ്റെ സമയം പോകും, ഞാൻ വേറൊരു മേഖലയിലോട്ട് ആ സമയം കണ്ടെത്തും, വേറെ വഴിക്ക് പോകും. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് എനിക്കിപ്പോഴും സമയം ഒരുപാടുണ്ട്. പഠിക്കാനും വായിക്കാനും കേൾക്കാനും ആൾക്കാരെ ശ്രവിക്കാനും അവരോടൊപ്പം ആയിരിക്കാനുമുള്ള സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോ മേഖലയിലുള്ള ആൾക്കാരും അവരവരുടെ മേഖലയിൽ നിന്നുകൊണ്ട് അതിനുള്ള സാധ്യതകൾ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനും മുന്നോട്ട് വരാനുള്ള സാധ്യത കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ഉന്നതിയിലെത്താൻ പറ്റും. അതിൻ്റെ ഉദാഹരണം കൊണ്ട് തന്നെയാണ് ഞാനിപ്പോഴും 2002 മുതൽ 2024 വരെ നല്ല മെയിൻ സ്ട്രീമിലുള്ള സിനിമകളിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും വർഷമായിട്ട് സിനിമയിലുണ്ട്, എപ്പോഴെങ്കിലും ഒരു ഗോഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ വർക്കിനിടയിൽ? തീർച്ചയായിട്ടും. കാരണം ഒന്നല്ല, എനിക്ക് ഒരുപാട് ഗോഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് സിനിമ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രൊഡ്യൂസർ വലിയൊരു തുക ഇറക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു മറ്റുള്ള ഫീൽഡിലേക്കാളും ഏറ്റവും കൂടുതൽ പ്രാർത്ഥന നടക്കുന്നത് സിനിമയിലാണ്. ചിലപ്പോൾ പൂജയായിരിക്കാം, ചിലപ്പോൾ എല്ലാ ദിവസവും ഗണപതിക്ക് തേങ്ങ അർപ്പിച്ചുകൊണ്ടിട്ടാണ്, അതായത് പൂജ വെച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത് എല്ലാ ദിവസവും. അതേപോലെ ചിലപ്പോൾ സ്ക്രിപ്റ്റ് കൊണ്ടുപോയിട്ട് അമ്പലങ്ങളിൽ പൂജിക്കുന്നുണ്ട്, വേളാങ്കണ്ണി പൂജിക്കുന്നുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലും രീതിയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പൈസ ഇറക്കുന്ന ആൾക്ക് അത് തിരിച്ച് കിട്ടണം. അത് ഒരു ദിവസം കൊണ്ട് അറിയാൻ പറ്റും. പടം ഇറങ്ങി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പൈസ കിട്ടുമല്ലോ എന്ന് അറിയാൻ പറ്റും. നമ്മളൊരു കട തുടങ്ങുകയാണെങ്കിൽ നമ്മൾ കുറേ ആലോചിക്കും. ആ കടയിൽ ചായക്കടയാണെങ്കിൽ ഈ ചായക്കടത്ത് വേറെ ചായക്കട ഉണ്ടോ, അവിടെ എത്ര ചായ വിൽക്കാൻ പറ്റും, എത്ര രൂപ ചായ കുടിക്കും, എത്ര രൂപ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് ചെയ്യും. പക്ഷേ സിനിമയിൽ അങ്ങനെ നമുക്ക് കണക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ബൾക്ക് എമൗണ്ട് ഇട്ടുകൊണ്ട്, ഒരു വലിയൊരു എമൗണ്ട് ഇട്ടുകൊണ്ട് വരുന്ന പ്രൊഡ്യൂസർക്ക് എപ്പോഴും അതിൻ്റെ ഒരു ബഡ്ജറ്റിംഗ് എന്നുള്ള സംഭവമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ആ ബഡ്ജറ്റ് ഞങ്ങളെപ്പോലുള്ള കലാസംവിധാനയുടെ കയ്യിലാണ് നിൽക്കുന്നത്, എത്രത്തോളം അതിന് കൂട്ടാൻ കുറക്കുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് അതിനൊരു പ്രാർത്ഥന ഉണ്ടാകും, ദൈവം ഇത്
നന്നായി തീരണേ, നമ്മുടെ കൂടെ നിൽക്കണേ എന്നുള്ള സാധനം ഉണ്ടാവും. ആ പ്രാർത്ഥനയിലൂടെ പോകുന്നതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിൻ്റെ സഹായം എന്ന് പറയുന്ന സാധനം. ഒരു ഇപ്പോൾ നരൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു തവണ തടി നമ്മൾ ഫൈബർ ഉണ്ടാക്കിയപ്പോഴത്തേക്കും അത് ഒരു കുത്തൊഴുക്കിപ്പെട്ട് ഒഴുകിപ്പോയിട്ട് കട്ടായി വിട്ടുപോയായിരുന്നു. അപ്പോൾ അത് മാത്രം ഷൂട്ട് നിന്നുപോയി. പിറ്റേ ദിവസം അത് ഉണ്ടാക്കിയേ പറ്റൂ. അപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് ഹൊഗ്ഗനക്കൽ എന്നുള്ള സ്ഥലത്താണ്. ഇതിൻ്റെ മെറ്റീരിയൽ ഇരിക്കുന്നത് പൊള്ളാച്ചിയിലാണ്, കുറച്ച് മെറ്റീരിയൽ ഇരിക്കുന്നത് സേലത്താണ്. അപ്പോൾ ഇത് രണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ഷൂട്ട് നമ്മളൊരു ഫൈബർ വീണ്ടും ഉണ്ടാക്കണമെങ്കിൽ ഒരു ദിവസമെങ്കിലും വീണ്ടും നമുക്ക് എടുക്കും. അപ്പോൾ ഒരു ദിവസം ഷൂട്ടിംഗ് മുടങ്ങും. അപ്പോൾ പ്രൊഡ്യൂസർക്ക് പ്രശ്നമായി, നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് കാരണമാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് വിശ്വാസം ഉണ്ടായി, രാവിലെ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ സാധനം തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഡയറക്ടർ ചോദിച്ചു, സാർ എങ്ങനെ തരൂടാ, എങ്ങനെ തീരൂടാ, സാറേ നടക്കും സാറേ എന്ന് പറഞ്ഞു. അവിടെ എൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ 2 വണ്ടികൾ സേലത്തേക്ക് വിടുന്നു, ഒരു വണ്ടി സേലത്തേക്ക്, ഒരു വണ്ടി പൊള്ളച്ചിലേക്ക് വിടുന്നു, അവിടെ നിന്ന് മെറ്റീരിയൽ ഇളക്കിയാൻ. അപ്പം അവിടെ ആ സ്ഥലത്ത് നിന്ന് 2 വണ്ടികൾ എടുത്തിട്ട് ഈ മെറ്റീരിയലോട്ട് വരാൻ പറയുന്നു. ഇവരിടക്ക് വെച്ച് മീറ്റ് ചെയ്യുന്നു. അങ്ങനെ അവർ തിരിച്ച് കൊണ്ടുവരുന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഈ മെറ്റീരിയൽ, ഫൈബർ മെറ്റീരിയൽ എനിക്ക് കിട്ടി. സാധാരണ ഫൈബർ മെറ്റീരിയൽ ഉണങ്ങാൻ 24 മണിക്കൂർ എടുക്കും. അപ്പോഴത് ഉണങ്ങും എന്നുള്ള എൻ്റെ ധാരണ അത് സത്യമായി മാറി. കാരണം അന്ന് ഞങ്ങൾ ഫൈബർ കൊണ്ട് വീണ്ടും ഡൈ ഉണ്ടാക്കി. രാത്രി നമ്മൾ ലൈറ്റൊക്കെ ഓൺ ചെയ്ത് കാലത്ത് നിന്നു. വെളുപ്പിനെ 6:30 മണിയായപ്പോഴത്തേക്കും ഈ സാധനം ഡ്രൈ ഉണങ്ങി വലിയൊരു മരമായി മാറി. പെയിൻറ്റ് ചെയ്ത് 8:30 മണിക്ക് ആളുകൾ എത്തുമ്പോഴത്തേക്കും ഷൂട്ട് ചെയ്യാൻ പറ്റി. അതാണ് നരനിൽ കാണുന്ന തടി. അത് തിരിച്ചു പറഞ്ഞാൽ ഗോഡ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതുപോലെ ഓരോ സമയത്തും ഉണ്ടാകാറുണ്ട്. ചെറിയൊരു സാധനം പറയുകയാണെങ്കിൽ, ഞാൻ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടൊരു സമയമാണ് സലാം കാശ്മീർ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് എറണാകുളത്താണ്. അതിനുശേഷം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാശ്മീർ പോയി. അപ്പോൾ ഒരു രജിസ്റ്റർ ഓഫീസ് ഉണ്ട്. ഈ രജിസ്റ്റർ ഓഫീസ് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കാശ്മീർ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ചെന്നതിന് ശേഷം നമ്മൾക്ക് ചില പ്രാക്ടിക്കൽ പ്രോബ്ലം കാരണം അവിടുത്തെ രജിസ്റ്റർ ഓഫീസ് കിട്ടിയില്ല. അപ്പോൾ സാർ ഞാൻ നമുക്ക് എറണാകുളത്ത് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് ഞങ്ങൾ വീണ്ടും എറണാകുളത്തേക്ക് വന്നു. എറണാകുളത്തേക്ക് വന്നപ്പോഴത്തേക്കും ഇവിടെ വന്നിട്ട് ഞാനത് നമ്മൾ രജിസ്റ്റർ ബുക്ക് ഉണ്ടാക്കണം. കാരണം അതിനകത്ത് ഗോപികയും ജയറാമേട്ടനും കൂടി ഒപ്പിടുന്ന സീനുണ്ട്. അപ്പോൾ അതിന് സമയമുണ്ട് എന്ന് സാറ് പറഞ്ഞിരുന്നത്. നമുക്ക് സമയമുണ്ട് ചെയ്യാം, അപ്പോൾ നീ അത് റെഡിയാക്കിയിട്ട് പോകാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത് ബുക്ക് വരണം എന്നൊക്കെ ഓർത്തിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം സാർ വിളിച്ചിട്ട്, എടാ വൈകുന്നേരം നമുക്ക് ആ ഷോട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് സാറിനോട് സാറേ ഇത് ബുക്ക് റെഡി, രജിസ്റ്റർ ബുക്ക് ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. എന്തോ എനിക്ക് തോന്നി. അപ്പോൾ അന്ന് നമ്മൾ സാറേ നമുക്ക് റെഡിയാക്കാം എന്ന് പറഞ്ഞിട്ട് എന്തോ എനിക്ക് തോന്നി റെഡിയാക്കാമെന്ന് പറയുകയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് പേപ്പറുകളൊക്കെ, അതായത് നമ്മൾ ഒരു ഓഫീസ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറേ പേപ്പറുകളൊക്കെ അടുക്കി വെച്ചിട്ട് ഫയലൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ അടുത്തുള്ള സ്ഥലത്ത് നിന്ന് പോയിട്ട് കുറച്ച് ആക്രിക്കടയിൽ നിന്നും കുറേ ഫയലുകളും പേപ്പറുകളൊക്കെ റെൻറ്റിനെടുത്തായിരുന്നു. എടുത്ത് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴും എന്നോട് പിള്ളേർ, അപ്പോൾ ഞാനിരുന്ന് കുത്തി വരച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ബുക്കിനകത്ത് മാനുവലി എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ രജിസ്റ്റർ ബുക്ക് എന്നുള്ളത്. അതേ സമയത്ത് എനിക്ക് സംശയം, ഞാൻ പറഞ്ഞു എടാ എല്ലാ പേപ്പറും വന്നേക്കുന്ന പേപ്പറൊന്നും ചുമ്മാ തപ്പി നോക്കാൻ പറഞ്ഞു, ആക്രിക്കട എന്നുള്ളത് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞു. ഏതെങ്കിലും രജിസ്റ്റർ ചെയ്ത് നമുക്ക് പേര് മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ തപ്പി വന്നപ്പോൾ ഒരു ബുക്ക് തന്നെ എൻ്റെ അച്ഛനോട് നേപ്പിക്കുക, ചേട്ടാ ഈ ബുക്ക് പറ്റുമെന്ന്. തുറന്നു നോക്കുമ്പോഴത്തേക്കും ഹിന്ദിയിൽ എഴുതിയിട്ടുള്ള ഒരു രജിസ്റ്റർ ബുക്ക് അവിടെ നിന്ന് കിട്ടി. അതായത് സത്യം പറഞ്ഞാൽ ദൈവം നമ്മുടെ കൺമുന്നിൽ കൊണ്ടുവന്ന് വെച്ച് തന്ന പോലെ ആയിപ്പോയി. ഒരു ഹിന്ദി രജിസ്റ്റർ ബുക്ക് ഒരിക്കലും കേരളത്തിൽ കിട്ടേണ്ട ആവശ്യമില്ല. ആ രജിസ്റ്റർ ബുക്ക് കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ആ ബുക്കിനകത്താണ് പിന്നീട് ജയറാമേട്ടൻ്റെ പടം ഒട്ടിച്ചിട്ട് 2 സൈൻ ചെയ്യുന്നത്. ഉടനെ ഞങ്ങളൊരു അരമണിക്കൂറുള്ള ഷോ എടുക്കാൻ സാധിച്ചു. അതൊക്കെ സത്യം പറഞ്ഞാൽ ദൈവം മുന്നോട്ട് ഇറങ്ങി വന്ന് കാണിച്ചു തന്നിരിക്കുന്ന എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് സിനിമകളിലൂടെ നമുക്ക് ഓരോ പ്രോപ്പർട്ടീസ് കിട്ടാണ്ട് വരുമ്പോഴത്തേക്കും അത് ഉടനെ കിട്ടുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസം നമ്മൾ ഒരാളെ ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും സമയം ഞങ്ങളോട് ചെലവഴിച്ചതിന് താങ്ക് യു. പിന്നെ സിനിമ, ജീവിതം, ആത്മീയത എന്നിവയെക്കുറിച്ച് കുറേ അറിവുകൾ പകർന്നു തന്നതിനും ഇനിയുള്ള എല്ലാ ഫ്യൂച്ചർ എൻഡേവേഴ്സിനും LMRൻ്റെ വക ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. LMRൻ്റെ ഇന്നത്തെ സിനിമാ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത അതിഥിയുമായി എത്തുന്നതുവരെ എല്ലാവരും ആസ്വദിക്കും, ആഘോഷിക്കും.